ഓം ശാന്തി. സ്നേഹസ്വരൂപമായി സ്നേഹസാഗര ബാബയെ ഞാൻ എൻ്റെ കൂടെ അനുഭവം ചെയ്യുന്നു. പരമാത്മ സ്നേഹത്തിൽ ലയിച്ച് ബാബയോട് മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും വാർത്താലാപം ചെയ്യുന്നു. സ്നേഹസാഗര ബാബ, താങ്കൾ എന്നെ സ്വന്തമാക്കി തൻ്റെ ഹൃദയത്തിൽ സ്ഥാനം നൽകി ഹൃദയ സിംഹാസനത്തിൻ്റെ അധികാരിയാക്കി. ബാബ അങ്ങനെ തൻ്റെ സ്നേഹത്തിനു പാത്രമാക്കി. സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്നില്ല ഞാൻ പരമാത്മ സ്നേഹത്തിൻ്റെ പാത്രമാകുമെന്ന്. ഞാൻ സ്നേഹസാഗര ബാബയുടെ ഹൃദയ സിംഹാസന അധികാരിയാണ്. എൻ്റെ ഹൃദയത്തിൽ സ്നേഹത്തിൻ്റെ തരംഗങ്ങൾ അലയടിക്കുന്നു. ഞാൻ പ്രഭു പ്രിയ ആത്മാവാണ്. ഞാൻ എത്ര ഭാഗ്യശാലിയാണ്. എനിക്ക് ബാബയുടെ നിഷ്കാമ നിസ്വാർത്ഥ സ്നേഹം ലഭിച്ചു. ഈ സ്നേഹം ലോകത്തിലെ ഒരു മനുഷ്യർക്കും നൽകാൻ സാധിക്കില്ല. ബാബ അങ്ങൻ്റെ ജന്മജന്മങ്ങളിലെ ദുഃഖമില്ലാതാക്കി. ബാബ അങ്ങൻ്റെ കൂട്ടുകാരനായി എന്നെ ശ്രേഷ്ഠ കർമ്മം ചെയ്യിപ്പിക്കുന്നു. അങ്ങ് ഭാഗ്യത്തിൻ്റെ ചാവി കയ്യിൽ തന്ന് എൻ്റെ ബുദ്ധിയുടെ പൂട്ട് തുറന്നു. അങ്ങനെ ദീപത്തിൽ അർപ്പിതമാകുന്ന ഈയാമ്പാറ്റയാക്കി മാറ്റി. പരമധാമത്തിലേക്ക് പറക്കാൻ ചിറകു നൽകി. ഇടയ്ക്കിടെ എൻ്റെ വീട്ടിലേക്ക് പറക്കുന്നു. ഇടയ്ക്കിടെ സാകാരി വദനത്തിൽ കർമ്മം ചെയ്യാൻ തിരിച്ചു വരുന്നു. ബാബ അങ്ങനെ സന്തോഷത്തിൽ ചുറ്റിക്കറങ്ങാനുള്ള രീതി പഠിപ്പിച്ചു. അതുപോലെ ഞാൻ അങ്ങയുടെ ശീതള ഛത്രഛായയിലാണ്. എൻ്റെ മസ്തകത്തിൽ അങ്ങയുടെ ആശ്രയത്തിൻ്റെ ഹസ്തമുണ്ട്. സ്നേഹസാഗര ബാബ എനിക്ക് പരിധിയില്ലാത്ത സ്നേഹം തന്നിരിക്കുന്നു. ബാബ അങ്ങെന്തു പറയുന്നുവോ, എന്ത് ചെയ്യിപ്പിക്കുന്നുവോ ഞാൻ അതുപോലെ ചെയ്യുന്നു. അങ്ങയിൽ നിന്നും ഒരിക്കലും ഞാൻ അകലുന്നില്ല. സദാ അങ്ങയുടെ അടുത്തിരിക്കുന്നു. അങ്ങയുടെ മധുര ദൃഷ്ടി സദാ എൻ്റെ മേലെയാണ്. ഞാൻ സദാ അങ്ങയുടെ നയനങ്ങളിൽ സമാവേശമാകുന്നു. പ്രിയ ബാബ, എനിക്കങ്ങയോട് അതിവിശേഷ സ്നേഹമാണ്. ഹൃദയത്തിൻ്റെ ആശ്രയ ബാബ, എനിക്കങ്ങയോട് സത്യമായ സ്നേഹമാണ്. നിസ്വാർത്ഥ സ്നേഹമാണ്. ഇപ്പോൾ അങ്ങയെ മറക്കാൻ ബുദ്ധിമുട്ടായിരിക്കുന്നു. എപ്പോൾ വരെ സംഗമയുഗമുണ്ടോ എൻ്റെ ഹൃദയത്തിൽ അങ്ങാണ്.
അങ്ങയുടെ ഹൃദയത്തിൽ ഞാനുമുണ്ട്. സംഗമയുഗത്തിൽ സ്നേഹസാഗരനായ ബാബ സ്നേഹത്തിൻ്റെ സമ്പത്ത് നൽകുന്നു. അതിനാൽ ഞാൻ എല്ലാവർക്കും സ്നേഹം നൽകുന്നു. ബാബ പറയുന്നു, തൻ്റെ രജിസ്റ്റർ ശരിയാക്കി വയ്ക്കൂ. എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറൂ. കർമ്മേന്ദ്രിയത്തിലൂടെ ഒരിക്കലും തലതിരിഞ്ഞ കർമ്മം ചെയ്യരുത്. ആർക്കും ദുഃഖം നൽകരുത്. ബാബയെ ഓർമ്മിക്കുന്നതിലൂടെ പുണ്യാത്മാവായി മാറും. വികാരത്തിൽ വരുന്നത് വലുതിലും വലിയ പാപമാണ്. എല്ലാവർക്കും ബാബയുടെ സന്ദേശം എത്തിക്കണം. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, മരണം മുന്നിൽ നിൽക്കുന്നു. ഞാൻ ഭഗവാന്റെ കുട്ടിയാണ്. എന്നിലും ഈശ്വരന്റെ ശക്തിയുണ്ട്. ഈശ്വരൻ സ്നേഹസാഗരനാണ്. എല്ലാവർക്കും സമ്പത്ത് നൽകുന്നു. ഞാനിപ്പോൾ സ്നേഹത്തിൻ്റെ മുഴുവൻ സമ്പത്തും നേടുന്നു. എടുത്തെടുത്ത നമ്പർ വൈസ് പുരുഷാർത്ഥം ചെയ്ത് ഞാൻ സ്നേഹിയായി മാറുന്നു. ബാബ പറയുന്നു, ആർക്കും ദുഃഖം നൽകരുത്, അല്ലെങ്കിൽ ദുഃഖിയായി മരിക്കും. ബാബ മനുഷ്യ സൃഷ്ടി വൃക്ഷത്തിൻ്റെ ബീജമാണ്. രചയിതാവായ ബാബ വൃക്ഷത്തിൻ്റെ മുകളിലാണ്. യോഗബലത്തിലൂടെ മുഴുവൻ വൃക്ഷവും പവിത്രമായി മാറുന്നു. എനിക്ക് അവിനാശിയായ പാർട്ടാണ് ലഭിച്ചിരിക്കുന്നത്. ഞാൻ 21 ജന്മത്തിലേക്ക് സദാ സുഖിയായി മാറുന്നു. ആരെങ്കിലും ക്രോധിക്കുകയാണെങ്കിൽ അവരുടെ മേലെ പുഷ്പവൃഷ്ടി നടത്തണം. കുട്ടികൾക്ക് ഡ്രാമയുടെ ആദി മധ്യ അന്ത്യമറിയാം. ആത്മാവിന് എല്ലാം അറിയാൻ കഴിയും. അതിനെയാണ് അന്തര്യാമി എന്ന് പറയുന്നത്. ഈ പഠിപ്പ് കൽപ്പകൽപ്പാന്തരങ്ങളിലേക്കുള്ളതാണ്. ഇവിടെ ഇപ്പോൾ നമ്മളുടെ അലങ്കാരം ചെയ്താൽ സ്വർഗത്തിൽ പിന്നെ വളരെയധികം സുഖം ലഭിക്കുന്നു. എൻ്റെ പെരുമാറ്റവും രീതികളും ദേവതകളുടേതുപോലെയാക്കണം. മോശമായ ഒരു വാക്കും മുഖത്തിലൂടെ വരില്ല. ഞാൻ ബാബയുടെ വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു. ത്യാഗം, തപസ്യ, സേവ എന്നീ വിധികളിലൂടെ സദാ സഫലതാ സ്വരൂപമായി ഭവിക്കൂ. ഞാൻ, നീ, എൻ്റേതിൻ്റെ എന്നിവ വരാതിരുന്നാൽ സഫലതാ സ്വരൂപവും നിർവിഘ്നവുമായി മാറാം. സങ്കൽപ്പത്തിൽ പോലും ആർക്കും ദുഃഖം കൊടുക്കാതിരിക്കുന്നതാണ് സമ്പൂർണമായ അഹിംസ. ഓം ശാന്തി.